മലയാളികളുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ് അത്തം. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായ ശർക്കര വരട്ടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. കൊറോണ എന്ന മഹാമാരിയിൽ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ അത്തം നാളിൽ ഓണത്തപ്പനെയും ഓണത്തെയും വരവേൽക്കാം. സോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മൂത്ത കായ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കായയുടെ തൊലി കളയാനായിട്ട് ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ അധികം ഡീപ്പായിട്ട് നമ്മൾ കായ കട്ട് ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ തൊലി മാത്രം ഒന്ന് കട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതേപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളയാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ കായയുടെയും തൊലി കളയാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തൊലി കളഞ്ഞ പച്ചക്കായ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇതേപോലെ ഒന്ന് വെക്കണം. ഈ പച്ചക്കായയിലെ കറയൊക്കെ കളയാനായിട്ടാണ് ഇതേപോലെ മഞ്ഞളുടെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കായയുടെ മേലെ ഇങ്ങനെ കറയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ ചകിരി വെച്ചോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ മേലെയുള്ള കറ നമുക്കൊന്ന് കളയാം. ഈ പച്ചക്കായയിലെ കറയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ നമുക്കിതിലെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാം. ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നത്. ഇപ്പം എല്ലാ കായയും നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ പകുതി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അധികം തിന്നായിട്ടും അല്ല അധികം തിക്കായിട്ടും അല്ല, ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ ഈ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം. എല്ലാ പച്ചക്കായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിൽ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം. കായ ഫ്രൈ ചെയ്യാൻ ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുക്കും ഈ കായ ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും എല്ലാം കൂടി ഒരുമിച്ച് ഇടാനായിട്ട് പാടില്ല, കുറച്ചിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടുക. ഇപ്പോൾ കായ ഏകദേശം ഒരു ചെറിയതായിട്ടൊരു കളർ മാറിയിട്ടുണ്ട്, ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിന് കോരിയെടുക്കാം. അപ്പം നമ്മൾ ഈ കായ കോരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. നമ്മൾ കുറച്ച് മുന്നേ ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ കായ വറുത്തെടുക്കാനായിട്ട്. ഇനി ശർക്കര പാനി റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം നല്ല കളറുള്ള ശർക്കരയുണ്ട്, കളർ കുറഞ്ഞതും ഉണ്ട്. ഇവിടെ അങ്ങനെ കളർ ഉള്ളത് കിട്ടില്ല, അത് കാരണം ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ശർക്കര പാനി റെഡിയാക്കാം. ശർക്കര പാനി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാനുണ്ട്. ഈ ശർക്കരയിൽ എന്തെങ്കിലും മണ്ണോ അല്ല എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഇതേപോലെ അരിച്ചൊഴിക്കുന്നത്. ഈ ശർക്കരയിൽ അങ്ങനെ അഴുക്കൊന്നുമില്ല. അപ്പം നമുക്കിനി ശർക്കര വരട്ടി ഇനി റെഡിയാക്കി എടുക്കാം. ശർക്കര വരട്ടിയിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. അപ്പം ഞാനൊരു 5 ഏലക്കായും 1.5 ടീസ്പൂൺ ജീരകവും കൂടി പൊടിച്ചതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ശർക്കര വരട്ടിയിൽ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. ഏലക്കായുടെ ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും. അപ്പം ഇതേപോലെ കറക്റ്റ് എടുത്താൽ മതിയാവും. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂൺ ഇപ്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി മെയിനായിട്ട് നോക്കണം.
ഇത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ശർക്കര വരട്ടി കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ 1 string കൺസിസ്റ്റൻസിയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇതേപോലെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര ഈ ഉരുക്കിയത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു ബോൾ സൈസായിട്ട് കിട്ടും. അപ്പോൾ അതേപോലെ നോക്കുമ്പം കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയും കായും നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കര ഈ എല്ലാ കായയിലും കോട്ട് ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത കായ ഇടുന്നതിന് മുന്നേ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ഈ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ അരിപ്പൊടിയും പഞ്ചസാരയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ശർക്കര വരട്ടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പം ടോട്ടലായിട്ട് 4 ടീസ്പൂൺ അരിപ്പൊടിയും 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ശർക്കര വരട്ടി ഒക്കെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ കായും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം വേറെ വേറെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര വരട്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ശർക്കര വരട്ടി. പക്ഷേങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.